2026 ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീം ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും മികച്ച ക്യാമ്പസാണ് IIT. ഈ IITയിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു വിദ്യാർത്ഥി എഴുതേണ്ട എക്സാമിനേഷനാണ് JEE അഡ്വാൻസ് എക്സാമിനേഷൻ. ഈ JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാൻ നമുക്ക് ക്വാളിഫൈ ചെയ്യേണ്ടത് JEE മെയിൻസ് എക്സാമിനേഷൻ വഴിയാണ്. മെയിൻസ് എക്സാമിനേഷൻ ഫേസ് 1, ഫേസ് 2 എക്സാമിനേഷനാണ് എഴുതേണ്ടത്. അതിൽ ഫേസ് 1 എക്സാമിനേഷൻ നമ്മൾ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി JEE അഡ്വാൻസ് എക്സാമിനേഷൻ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. 2026 മെയ് 17 JEE അഡ്വാൻസ് എക്സാമിനേഷൻ നടക്കുക. ഈ എക്സാമിനേഷൻ എഴുതണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട 5 നിബന്ധനകൾ ഈ വർഷത്തെ JEE അഡ്വാൻസ് എക്സാമിനേഷൻ നടത്തുന്ന IIT റൂർക്കി ക്യാമ്പസ് അനൗൺസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് സെക്ടറിലെ IITകളിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന JEE അഡ്വാൻസ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ 5 നിബന്ധനകൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക. നമുക്കറിയാം IITകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ബിടെക് കോഴ്സുകൾ പഠിക്കാനും അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് സയൻസ് കോഴ്സുകൾക്കും BArch കോഴ്സുകൾക്കും ഡ്യുവൽ ബിടെക് കോഴ്സുകൾക്കുമൊക്കെ ഏറ്റവും മികച്ച ക്യാമ്പസാണ് IITകൾ. നമ്മുടെ ഇന്ത്യയിൽ 23 IITകളാണുള്ളത്. നമ്മുടെ കേരളത്തിലെ പാലക്കാട് ഉൾപ്പെടെയുള്ള ഈ 23 IITകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ JEE അഡ്വാൻസ് എക്സാമിനേഷൻ വിൻ ചെയ്താൽ മതി. ഈ JEE അഡ്വാൻസ് എക്സാമിനേഷന് പഠിക്കേണ്ട സിലബസ് നമുക്കറിയാം. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും NCERT 11th 12th പോർഷൻസ്. ഈ പോർഷൻസ് പഠിച്ച് നമ്മൾ JEE മെയിൻസ് എക്സാമിനേഷൻ വിജയിക്കണം. ഈ വിജയിക്കുന്നതിനോടൊപ്പം നമ്മൾ 5 നിബന്ധനകൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രമാണ് ഈ JEE അഡ്വാൻസ് എക്സാമിനേഷൻ നമുക്ക് എഴുതാൻ സാധിക്കുക. ഈ എന്തൊക്കെയാണ് ഈ വർഷം സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന 5 നിബന്ധനകൾ? നമുക്ക് അതിലൂടെ ഒന്ന് പോകാം. ആദ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 2026 +2 കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് JEE അഡ്വാൻസ് എക്സാമിനേഷന് എലിജിബിലിറ്റി ലഭിക്കുക. 2025 മീൻസ് കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞവർക്ക്, +2 കംപ്ലീറ്റ് ചെയ്തവർക്ക്. 2026 +2 പഠിച്ച് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്, ഇവർക്ക് മാത്രമാണ് ഈ JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാൻ എലിജിബിലിറ്റി ഉള്ളത്. 2024 +2 കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് JEE അഡ്വാൻസ് എക്സാമിനേഷൻ വഴി IITകളിൽ അഡ്മിഷൻ നേടാൻ എലിജിബിലിറ്റി ലഭിക്കുകയില്ല. ഇനി രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത്, നമ്മൾ ഈ JEE മെയിൻസ് എക്സാമിനേഷൻ ആദ്യം എഴുതണം. നമുക്കറിയാം ഇപ്പോൾ January 21 മുതൽ നടക്കുന്ന JEE മെയിൻസ് എക്സാമിനേഷൻ, അതിനുശേഷം April 1 മുതൽ 8 വരെ നടക്കുന്ന JEE മെയിൻസ് എക്സാമിനേഷൻ. ഇങ്ങനെ 2 ഫേസ് എക്സാമിനേഷനാണ് JEE മെയിൻസിനുള്ളത്. ഈ JEE മെയിൻസ് എക്സാമിനേഷൻ വഴിയാണ് നമുക്ക് NITകളിലേക്ക് അല്ലെങ്കിൽ IIITസിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുക. ഈ എക്സാമിനേഷൻ JEE മെയിൻസ് എക്സാമിനേഷൻ എഴുതി നമ്മുടെ റാങ്ക് 2.5 ലക്ഷത്തിനുള്ളിൽ വന്നാൽ മാത്രമാണ് നമുക്ക് JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി ലഭിക്കുക. ഈ 2.5 ലക്ഷത്തിനുള്ളിൽ വന്നാൽ അതിൽ എല്ലാ റിസർവേഷൻ കാറ്റഗറികളെയും കൺസിഡർ ചെയ്യും. അതായത് ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് അവിടെ സീറ്റുണ്ട്. ആ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളിലെ EWS കാറ്റഗറി എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന 10% റിസർവേഷൻ അവർക്ക് കൺസിഡർ ചെയ്യും. 28% OBC റിസർവേഷൻസ് ഉണ്ട്. 15% SC കാൻഡിഡേറ്റ്സിനുള്ള റിസർവേഷൻസും 7.5% ST കാറ്റഗറികൾക്കുമുള്ള റിസർവേഷൻസും കൺസിഡർ ചെയ്തിട്ടാണ് ഈ 2.5 ലക്ഷം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക. ഇനി ഇതിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക്, ഈ 2.5 ലക്ഷത്തിന് ഉൾപ്പെടുന്ന ഓരോ റിസർവേഷൻസ് നമ്മൾ ഇവിടെ കണ്ടതിൽ തന്നെ ആ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട 5% വിദ്യാർത്ഥികൾക്ക് അവർ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്കും പ്രത്യേകം റിസർവേഷൻസും കൺസിഡറേഷൻ ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തെ നിബന്ധന, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ 3 സബ്ജക്റ്റ് എടുത്ത് +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് JEE അഡ്വാൻസ് എക്സാമിനേഷൻ വഴി IITകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുക. ഇനി നാലാമത്തെ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2021 October 1 ശേഷം ജനിച്ച ഒരു കാൻഡിഡേറ്റിന് മാത്രമാണ് JEE അഡ്വാൻസ് എക്സാമിനേഷൻ വഴി ഒരു IITയിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബർത്ത് ഡേറ്റ്
കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ദെൻ ഫിഫ്ത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് 2025 അതായത് ലാസ്റ്റ് ഇയറിൽ ജോസയുടെ അഡ്മിഷൻ പ്രൊസീജിയർ വഴി നാം അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം ജെഇ മെയിൻസോ ജെഇ അഡ്വാൻസോ എക്സാമിനേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോസയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ നമ്മൾ പങ്കെടുത്ത് ഒരു IITകളിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, നമ്മൾ അതിനുശേഷം ക്വിറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ, ഇവർക്ക് ആർക്കും തന്നെ ഈ വർഷത്തെ 2026 അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി ലഭിക്കത്തില്ല. നമ്മൾ ഇൻ കേസ് 2025 എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി, ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതി, ജോസയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തു, പക്ഷേ എനിക്കൊരു അലോട്ട്മെന്റ് ലഭിച്ചിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നാം എലിജിബിൾ ആണ്, നമുക്ക് അഡ്മിഷൻ എടുക്കാം, നമുക്ക് പഠിക്കാം, പ്രിപ്പയർ ചെയ്യാം, എക്സാമിനേഷൻ എഴുതാം. പക്ഷേ കഴിഞ്ഞ വർഷം ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു, കോളേജിൽ പോയി ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കോ ആ കോഴ്സിൽ നിന്നും ക്വിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കോ ഈ 2026 വഴി ഒരു അഡ്മിഷൻ ലഭിച്ച് 2026 IITകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള എലിജിബിലിറ്റി ലഭിക്കത്തില്ല. അപ്പൊ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ വഴി ഒരു IITയിൽ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് 23 IITകളിലേക്ക്, അത് ബിടെക് കോഴ്സുകളോ അല്ലെങ്കിൽ IIT ഓഫർ ചെയ്യുന്ന ഏത് UG കോഴ്സുകളും ആവട്ടെ, ഇതിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ നാം ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ എന്ന് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ആദ്യം തന്നെ കണ്ടു കഴിഞ്ഞു, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും 11ലെയും 12ലെയും NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് ഈ ഒരു IITയിലേക്ക് എലിജിബിലിറ്റി ലഭിക്കുന്ന അഡ്വാൻസ് എക്സാമിനേഷന് മെയ് 17 നടക്കുന്ന അഡ്വാൻസ് എക്സാമിനേഷൻ നാം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഡിസംബർ മാസത്തിലാണ്. ഈ 2025 ഡിസംബറിലാണ് IIT റൂർക്കി ഈ വർഷത്തെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി മുതൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഈ ഫസ്റ്റ് ഫേസ് ജനുവരി 21 നടക്കാൻ പോവുകയാണ്. ഈ കുറച്ച് സമയം ഞാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് ഏപ്രിൽ നടക്കുമ്പോൾ +2 പരീക്ഷയും, അല്ലെങ്കിൽ ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഞാൻ ഇപ്പൊ കുറെ ബാക്ക്ലോഗ്സ് ഉണ്ട്, എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും നന്നായിട്ട് പഠിച്ചു തീർത്തില്ല, മോഡൽ എക്സാമിനേഷനോട് നല്ല കോൺഫിഡൻസിലേക്ക് എത്താൻ സാധിച്ചില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി ഉണ്ട്. കഴിഞ്ഞ 25 വർഷം എന്നുള്ളൊരു ചരിത്രം പറയുകയല്ല, നല്ല വിജയം പേഴ്സണൽ അറ്റൻഷനിലൂടെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ആൽഫയിലെ മികച്ച ടീച്ചേഴ്സിന്റെ ഒരു നിര തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ജെഇ അഡ്വാൻസ് എക്സാമിനേഷനോ ജെഇ മെയിൻസ് എക്സാമിനേഷനോ ഇനി മെഡിക്കൽ സെക്ടറിലെയോ എഞ്ചിനീയറിംഗ് സെക്ടറിലെ എക്സാമിനേഷൻസ് ഏതുമാവട്ടെ, നിങ്ങൾ ഏത് സ്ഥലത്തുള്ളവരാണെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാം. വീട്ടിലിരുന്ന് ആൽഫയുടെ ഏറ്റവും മികച്ച AI ഫീച്ചേഴ്സ് ഉള്ള ആപ്പിലൂടെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഫോണിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ചാപ്റ്ററുകൾ പഠിച്ച് മോഡൽ എക്സാമിനേഷൻ എഴുതി സെൽഫ് അസസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇനി അതുകൂടാതെ ആൽഫയുടെ ക്യാമ്പസിൽ, ആലപ്പുഴയിലെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ വന്ന് ടീച്ചേഴ്സിനോടൊപ്പം താമസിച്ചും പഠിക്കാം. നന്നായി പഠിച്ചു തീർത്ത് മോഡൽ എക്സാമിനേഷൻ എഴുതി സ്പീഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഇതിനൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക, കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, ആ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വിജയിക്കാൻ വേണ്ട രീതിയിൽ പഠിക്കുക. ഈ സമയത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ജെഇ അഡ്വാൻസ് എക്സാമിനേഷന് മാത്രമല്ല, NTA നടത്തുന്ന നീറ്റ് എക്സാമിനേഷന്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.